നമ്മുടെ തനത് കലാരൂപം എന്ന് നേരത്തെ പറഞ്ഞു. ഇത് സാധാരണ രീതിയിൽ നമുക്ക് പരിചയമുള്ള കഥകളി എന്ന് പറയുന്ന രൂപം നമുക്ക് പരിചയം ഉണ്ടാവും. നിങ്ങൾ ഈ മേക്കപ്പ് ഒക്കെ കാണുന്ന സമയത്ത് ഏതാണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കാര്യം കഥകളി ആയിരിക്കും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കഥകളിയിൽ അഭിനയം മാത്രമാണ് നിൽക്കുന്നത്. അഭിനയിച്ചാൽ മതി, പക്ഷെ ഓട്ടംതുള്ളലിൽ പാടി അഭിനയിക്കണം, പാട്ട് ബൈഹാർട്ട് ചെയ്യണം. നിങ്ങളോടൊക്കെ ടീച്ചർ ഒരു 16 വരി പദ്യം ബൈഹാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും? ഒരു 1 വീക്ക് 2 വീക്ക്, ഒരു മാസം എടുക്കും അല്ലെ? ഏതാണ്ട് 10-200 വരികളിലധികം അല്ലെ, 400-500 വരികളുള്ള ഒരു തുള്ളൽ ബൈഹാർട്ട് ചെയ്ത് അത് പഠിച്ച് അവതരിപ്പിക്കണം. അവതരിപ്പിച്ചാൽ മാത്രം പോരാ, അതിനകത്തുള്ള ഫലിതം കണ്ടെത്തണം. അത് ഇൻസ്റ്റന്റ് ആയിട്ട് അവിടുന്ന് വരുന്നതാണ്. ഇന്ന് നിങ്ങൾ പറയുന്ന സ്റ്റാൻഡപ്പ് കോമഡിയുടെ എത്രയോ ഹയർ ഡിഗ്രി ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് ചുരുക്കം. ഏതായാലും നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതുല്യനായ കലാകാരൻ ശ്രീ മണലൂർ ഗോപിനാഥ്. അദ്ദേഹം തൃശൂർ സ്വദേശിയാണ്, കാഞ്ഞാണിക്കടുത്താണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം പോലീസ് സർവീസിൽ നിന്ന് SI ആയിട്ട് റിട്ടയർ ആയതിനു ശേഷം റിട്ടയർ ആയി കിട്ടിയ പെൻഷൻ പറ്റി കിട്ടിയ മുഴുവൻ തുകയും ഒരു തുള്ളൽ കളരി തുടങ്ങാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുകയും തുള്ളലിനെ ജനകീയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം സംസാരിക്കുമ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ 100ാമത്തെ വേദി ഭവൻസ് വളാഞ്ചേരി ആയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ വടക്കാഞ്ചേരി ആയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ 200ാമത്തെ സ്കൂൾ വേദിയാണ്. അത് വീണ്ടും ഭവൻസ് സ്കൂളിൽ തന്നെ സാധിച്ചിട്ടുള്ള വലിയൊരു ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് അടക്കം ഒരുപാട് അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. തമാശയ്ക്ക് പറയുന്ന സമയത്ത് തമാശയായിട്ടല്ല, ഒരു ആഗ്രഹം പോലെ പറയാറുണ്ട്, അടുത്ത് നമുക്കൊരു പത്മശ്രീ ലിസ്റ്റിനകത്ത് കാണണം എന്ന് ഞങ്ങൾ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു വലിയ ഒരു കലാകാരനാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 2025 തുടക്കത്തിലാണെന്ന് തോന്നുന്നു, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ ഓട്ടംതുള്ളലിനെ കുറിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും അവരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു അവാർഡ് കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. UK തോപ്പിൽ ബാസി അവാർഡ് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ഇദ്ദേഹത്തിനാണ്. സോ വളരെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി മണലൂർ ഗോപിയാശാനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി സമൂഹമേ, കൊച്ചുകുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ശ്രീജിത്ത് സാർ ഉൾപ്പെടെയുള്ള അഡ്മിഷൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ള, അതുപോലെ തന്നെ എൻ്റെ വളരെ ഭംഗിയായി ശബ്ദം നിയന്ത്രിച്ചു തരുന്ന സുഹൃത്തു കൂടി എല്ലാവർക്കും എൻ്റെ കേരള പിറവി ദിന ആശംസകൾ നൽകുകയാണ്. ശ്രീജിത്ത് സാർ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം നവംബർ 1 വടക്കാഞ്ചേരി ഭവൻസിൽ ഇതുപോലെ ഞാൻ നിൽക്കാൻ ഭാഗ്യമുണ്ടായി. ഞാനത് സാറടുത്ത് പറയുകയും ചെയ്തു. എല്ലാ പരിപാടിയും വേറെ പരിപാടി നമ്മുടെ ദേവമാത സ്കൂളുണ്ട്, അതൊക്കെ ഞാൻ വേറെ ആളെ വിട്ടു. ഈ പരിപാടി കേരള പിറവിക്ക് ഇവിടെ തന്നെ ചെയ്യണമെന്നുള്ളതുകൊണ്ട് വളരെ നേരത്തോടെ തന്നെ സാർ എന്നെ വിളിച്ച് അവൻ ചെയ്തത് കൊണ്ടും എല്ലാ പരിപാടി മാറ്റിവെച്ച് ഇപ്പൊ കലോത്സവങ്ങൾ നടക്കുകയാണല്ലോ, അതിന്റെ തിരക്കിലായി പോലും കേരളപ്പിറവി ദിനത്തിൽ എനിക്ക് മലയാളത്തിന്റെ തനത് കലയെ രംഗത്ത് അവതരിപ്പിക്കുക, പ്രത്യേകിച്ച് ഇതുപോലുള്ള മക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ സന്തോഷം ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഈ തൃശ്ശൂർ വന്നിട്ടുള്ള ഞാൻ ഇവിടെ വന്ന് ഈ പരിപാടി പഠനങ്ങളുടെ നടുവിലും ഒരു പഠനത്തിൽ ചെയ്യുവാൻ എടുക്കുകയെന്ന ചാരുകയെന്ന ഭാഷ തന്നെ ചിഹ്നം വരാം. നേരത്തോടെ കുട്ടി നല്ല പ്രസംഗം കഴിച്ചു ഭാഷയെ പറ്റി. മലയാള ഭാഷയുടെ അരമാണ് ഓട്ടംതുള്ളൽ. അരം എന്താണെന്ന് അറിയോ മക്കൾക്ക്? അരം എന്ന് പറയുന്ന വസ്തു അല്ലെങ്കിൽ ആ ഉപകരണം അറിയുന്ന ഏതെങ്കിലും കുട്ടി കൈപ്പൊക്കാവോ? എന്താണ് അരം? അരം പ്ലസ് അരക്ക് ഇന്നരം, അതറിയാലേ? അരം അറിയില്ല? വഴി മാറി കിടക്കണ. അടുത്ത ഡയലോഗ് എന്താ? മുണ്ടക്ക ശേഖര, അതറിയാം കേട്ടോ. ഇതാണ് കുട്ടികളുടെ മനസ്സ്. ഒരു മോഹൻലാലിന്റെ ഒരു ഡയലോഗ്
വഴി മാറി കിടക്കണമെന്ന് പറഞ്ഞല്ലോ, മുണ്ടക്കൽ ശേഖരൻ നിങ്ങൾ പറഞ്ഞില്ലേ. അതുപോലെ തുള്ളൽ കലാകാരന് ഏറ്റവും വലിയ ഇനി ഇതുപോലെ നിങ്ങൾ പറയണം, ഈ ആശാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു. അരം എന്ന് വെച്ചാൽ നമ്മളെ മൂർച്ച കൂട്ടുന്ന ഒരു ഉപകരണമാണ് അരം. അറവുശാലയിലൊക്കെ പോകുമ്പോ കണ്ടില്ലേ, ഇങ്ങനെ കേട്ടണ്ട. ആൺകുട്ടികൾ ബാർബർ ഷോപ്പിൽ പോകാറ്, പെൺകുട്ടികൾ പോകാറില്ല അല്ലെ. അവിടെ കാണാൻ ഒരു ലെറ്ററിന്റെ എന്താണത്, കത്തി. ബാർബർ ഷോപ്പിൽ പോകാറില്ല ആൺകുട്ടികളെ. മിക്കന്മാരും നല്ലല്ലോ മുടിക്ക് നല്ല വൃത്തിയാക്കി വെട്ടിയിട്ടുണ്ടല്ലോ. പിന്നെന്താ, വീട്ടിലാണോ ബാർബർമാർ വരുന്നത്? ഞാൻ അതിനും വീട്ടിൽ പറഞ്ഞില്ലേ, പറഞ്ഞോ, വെരി ഗുഡ്. അപ്പൊ അവിടെ കണ്ടിട്ടില്ലേ എങ്ങനെ കത്തി മൂർച്ച കൊടുത്ത് നിങ്ങൾ പുറത്ത് ഇങ്ങനെ ഇരിക്കുക പോലെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉറങ്ങാവും. ഏറ്റവും സുഖത്തെ സ്ഥലത്താണ് ബാർബർ ഷോപ്പ് ഉറങ്ങുക. അപ്പൊ ഞാൻ അരം എന്നതാണ് മലയാള ഭാഷയ്ക്ക് കുഞ്ചൻ നമ്പ്യാർ നൽകിയ വരികളിൽ പ്രത്യേകത. ഈറ്റില്ലത്തിനകത്തു പുറത്തൊരിടത്തു കരത്തിലെടുത്തു വലത്തു കരത്തിലെടുത്തു മുഴുത്തു കരുത്തു വരുത്ത ശരത്തെയുമേന്തി. ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ മൗത്ത് എക്സസൈസ് ആണ് ഓട്ടം തുള്ളൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇടയ്ക്ക് 4 വരി തുള്ളൽ നിങ്ങൾ പാടുക. അപ്പൊ നിങ്ങളുടെ ഭാഷയ്ക്ക് നല്ല ശുദ്ധി വരും. ഇംഗ്ലീഷിനോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങൾ കേരളപ്പിറവി ആഘോഷിക്കുന്നുണ്ടല്ലോ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളായാലും. ഇന്നെല്ലാം അധികം മലയാളത്തിലാണ് പറഞ്ഞത്, അതിന് വളരെ സന്തോഷം. അപ്പൊ നിങ്ങളുടെ അരമാണ് തുള്ളൽ വരികൾ എന്ന് കൂടി മനസ്സിലാക്കുക. നിങ്ങൾ വരി പാടിയപ്പോ മനസ്സിലായില്ലേ. ഇനി ഒരു കാര്യം, നേരത്തെ സാറ് പറഞ്ഞു, കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ കലാരൂപത്തെ. ഞങ്ങൾക്ക് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ് നിൽക്കുന്നവരാണ്. 60 കഴിഞ്ഞാൽ എക്സ്പയർ ആയില്ലേ. ഞാൻ അതുക്കും മേലെ നിൽക്കുകയാണ്, വയസ്സ് പറയുന്നില്ല. 2018 വിരമിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കലാരൂപത്തെ മലയാളത്തിൽ സമ്മാനിച്ച ഈ കലാരൂപത്തെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യമാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ അറിയണം, 320 വർഷം പഴക്കമുള്ള കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ എന്നൊരു മഹാനുഭാവൻ മലയാളിക്ക് സമ്മാനിച്ച ഈ ശ്രേഷ്ഠമായ പൈതൃക കലയെ അല്ലെങ്കിൽ ജനകീയ കലയെ നിങ്ങൾ അറിയണം, അറിഞ്ഞേ പറ്റൂ. ആ ഒരു ദൗത്യം ഏറ്റെടുത്താണ് ഇപ്പൊ എന്റെ നീക്കങ്ങൾ. ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ ആ കലയ്ക്കുള്ള പുരസ്കാരമല്ല, അതിന്റെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? തോട്ടം തുള്ളൽ സമഗ്ര സംഭാവനയ്ക്ക് സംഗീത നാടകത്തിന് പുരസ്കാരം, സമഗ്ര സംഭാവനയ്ക്ക് പുരസ്കാരം, അങ്ങനെയാണ് അതിന്റെ ബാക്കി തന്നെ. അപ്പൊ ആ സമഗ്ര സംഭാവനയാണ് ഞാൻ തരുന്നത്. കിട്ടിയോ? ഇനി ഞാൻ നിങ്ങളെ തുള്ളൽ പഠിപ്പിക്കാൻ പോവുകയാണ്. സംശയം ഉണ്ടാവില്ലേ? കളി മാത്രം പോരല്ലോ, നിങ്ങളെ ഞാൻ തുള്ളൽ പഠിപ്പിക്കാം. ഒരു 4 വരി തുള്ളൽ നേരത്തെ സാർ പറഞ്ഞു, ബൈഹാർട്ട് പഠിക്കാം. മുന്നിൽ പാടുമ്പോ മൈക്കില്ല, പാഡ് വെക്കില്ല, ഡയറി ഒന്നും വെക്കില്ല. പിൻപാട്ടുകാർക്ക് വേണമെങ്കിൽ വെക്കാം, പിന്നെ അവരൊക്കെ പ്രൊഫഷണൽ ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അപ്പൊ മുൻപാട്ട് നിങ്ങൾക്കറിയാം, ഒരു ഗാനമേള നടക്കുമ്പോ 4 വരി റിലീസിന് വേണ്ടിയിട്ട് അവരൊരു ബോർഡ് വെച്ചു, ഡയറി വെച്ചു, ക്ലിപ്പ് വെക്കി അല്ലേ. 4 വരി തെറ്റൊന്നും പേടിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ 400-500 വരി കാണാതെ പറഞ്ഞു. അപ്പൊ 4 വരി നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയാണ്. അതിലെ ഭാവങ്ങളും അഭിനയങ്ങളും ഹാസ്യങ്ങളും മനോധർമ്മം ഒക്കെ ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ ഈ കളിക്കുന്ന കഥ കുഞ്ചൻ നമ്പ്യാരുടെ വളരെ പ്രശസ്തമായ പ്രഥമ കഥയായ കല്യാണ സൗകര്യം എന്ന കഥയാണ്. തുള്ളലിലെ ഉത്ഭവത്തെ കുറിച്ചും തുള്ളൽ എങ്ങനെ ഉണ്ടായതിനെ കുറിച്ച് ഒരു ഉദാഹരണ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ യൂട്യൂബ് പിടിച്ചാൽ കാണാവുന്ന കാര്യമുണ്ട്. നമുക്ക് കുറച്ച് ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ അത് ഞാൻ നിങ്ങളെ തുള്ളൽ പഠിപ്പിക്കണം. 4 വരി കേട്ടോ. നിങ്ങൾ ഞാൻ പറയുന്ന ഏറ്റുപാടണം. ഏറ്റുപാടുമ്പോൾ എന്ത് വേണമെന്നറിയും, ഞാൻ നിങ്ങളെ നോക്കി ഇന്ററാക്ട് ചെയ്യുന്നില്ലേ, അതുപോലെ നിങ്ങളുടെ വലതുഭാഗത്തിരിക്കുന്നവരെ നോക്കി ഇന്ററാക്ട് ചെയ്യും. നിങ്ങൾ വലത് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവരെ നോക്കി വെച്ചോ. ഈ അറ്റത്തിരിക്കുന്നവർ ചുമരിൽ ഒരാളാണെന്ന് വിചാരിച്ചോട്ടോ. ഈ ഏറ്റവും അറ്റത്തിരിക്കുന്നവർ ചുമരിൽ ഒരാളുണ്ട്. നിങ്ങളുടെ നിഴല് കാണാം, നിഴല് നിങ്ങളെ ഇതിൽ നിൽക്കുന്ന റിയാക്ട് ചെയ്യുന്ന ആളായിരിക്കും. ബാക്കി എല്ലാവരും വലതിരിക്കുന്നവരും നോക്കിയില്ലേ? എല്ലാവരും നോക്കിയില്ലേ? ഓക്കെ. ഇനി നിങ്ങൾ അടിയൊന്നും ഉണ്ടാക്കരുത്. ഞാൻ റിട്ടയർഡ് പോലീസാണ്, എന്റെ ലാത്തി തൊഴിൽ പിടിച്ചിട്ടൊന്നും ഇല്ല അവിടെ ഉണ്ട് കേട്ടോ. കുഴപ്പമുണ്ടാക്കരുത്. അപ്പൊ ഇത് തുള്ളലാണ്. തുള്ളലായിട്ട് കാണുമ്പോ അത് തുള്ളലായിട്ട് കാണും. തുള്ളൽ വരുമ്പോ അതിൽ കുറച്ച് മനോധർമ്മവും അതുപോലെ തന്നെ ഓഡിയൻസിനോട് കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ ഇരിക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പാഞ്ചാലിയായിട്ടും ഭീമനായിട്ടും ഹനുമാനായിട്ടും കുറഞ്ഞിലേക്കൊക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കും. അത് തുള്ളലിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ ലിംഗാവതരണം അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആക്ഷേപഹാസ്യത്തിലൂടെ ഒരു പ്രതികാരത്തിലൂടെയാണല്ലോ ഓട്ടംതുള്ളൽ ഉണ്ടായിരുന്നത്. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരുടെ കെടുകാര്യസ്ഥതയും അവരുടെ ദുർഭരണമൊക്കെ അന്ന് ചോദ്യം ചെയ്തിരുന്നത് ഇന്നത്തെ പോലെ റോഡ് തടഞ്ഞിട്ടൊന്നുമല്ല, കുഞ്ചൻ നമ്പ്യാരുടെ വരികളിലൂടെയാണ്. ഒരു പശു മെസ്സ് മോശമായപ്പോ എന്തുണ്ടായെന്നറിയോ? ഇത് പറയാൻ രാജാവിനോട് ആർക്കും ധൈര്യമില്ല. രാജസദസ്സിലുള്ള ഭക്ഷണശാലയിൽ ഭക്ഷണം മോശമായപ്പോ ഇത് പറയാൻ രാജാവിനോട് ധൈര്യമില്ലാണ്ടായി. അങ്ങനെ ഒരു സമയത്താണ് ഒരു പശു അങ്ങനെ അഗ്രശാലയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വയറ്റിൽ ഭയങ്കര ലൂസ് മോശം പശു.
രാജാവും കുഞ്ചൻ നമ്പ്യാർ, ഇതിന്റെ ഉത്ഭവസ്ഥനായ കുഞ്ചൻ നമ്പ്യാർ കൂടി നടക്കുമ്പോ പശു ഇങ്ങനെ വൈദ്യുതി ലൂസുമോഷനായി നടന്നു പോകുന്നു. ഈ സമയത്ത് ഒരു ചാൻസ് കിട്ടി. ഉടനെ തന്നെ കുഞ്ചൻ നമ്പ്യാർ രാജാവിനോട് ചോദിക്കുകയാണ്, അല്ലയോ പശു, നിങ്ങൾക്കും ഈ മെസ്സ് തന്നെയാണോ ഭക്ഷണം? കാര്യം മനസ്സിലായില്ലേ? ഉടനെ തന്നെ രാജാവ് കാര്യം മനസ്സിലായി. ഉടനെ രാജാവ് അവിടുത്തെ അഗ്രശാലയിൽ ഭക്ഷണശാലയില് കാര്യസ്ഥരോട് പറഞ്ഞു, ഉടനെ തന്നെ ഭക്ഷണം നന്നാക്കണം. പശുവിന് വരെ ഇവിടെ നാടൻ ഭാഷയിൽ പറഞ്ഞ വയറിളക്കാണ്, അതുകൊണ്ട് ഭക്ഷണം നന്നാക്കണം. അങ്ങനെയുള്ള ടിപ്സ് ഉപയോഗിച്ചിരുന്ന ആളാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ ഓഡിയൻസ് ആയിട്ട് ഇന്ററാക്ഷൻ ആണ് നേരത്തെ പറയാനുള്ള കാരണം. ഇപ്പൊ നിങ്ങൾ തുള്ളി പഠിപ്പിക്കുന്നവർക്ക് ഒന്ന് ചെന്നിട്ട് എന്നിട്ട് നമുക്ക് ഞാൻ ഇതിൽ കുറച്ച് വിഭവം പറഞ്ഞുതരാം. നമുക്ക് നമ്മളൊരു സിരിക്കട്ടോ, അപ്പൊ അതുകൊണ്ടൊന്ന് ഉഷാറാക്കാം കേട്ടോ. ഞാൻ 4 വരി ഈ കളിക്കുന്ന കഥയിൽ 4 വരി പാടാൻ പോകും കേട്ടോ. അപ്പോ കല്യാണ സൗകര്യത്തിൽ ഒരു പ്രധാന ഭാഗമുണ്ട്. ഭീമസേനൻ കാട്ടിലേക്ക് കല്യാണ സൗഗന്ധികം പുഷ്പം തേടി പോവുകയാണ്. പാണ്ഡവരുടെ വനവാസ കാലത്ത് നടന്നൊരു കഥയാണ്. കഥാസാരം പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം അഭിനയിക്കാൻ തോന്നും. ഇന്ന് ഞാൻ ഇവിടെ കളിക്കുന്ന കഥയും അത് തന്നെയാണ്. അങ്ങനെ കാട്ടിൽ ഇവര് പാണ്ഡവര് വസിക്കുന്ന കാലത്ത് എങ്ങോ നിന്ന് വന്നൊരു പുഷ്പത്തിന്റെ ഗന്ധം, സ്മെല്ല്. സാധാരണ ആൺകുട്ടികൾക്കല്ല പിടിക്കുക, പെൺകുട്ടികൾക്ക് പിടിക്കുക. പൂവിന്റെ ഗന്ധം പൂച്ചൂടൊക്കെ പെൺകുട്ടികളാണ്. ഉടനെ തന്നെ 5 ഭർത്താക്കന്മാരുണ്ട് പാഞ്ചാലിക്ക്. എളുപ്പമല്ല അല്ലെ അവർക്ക് നോക്കി വേണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ പാഞ്ചാലി പറയുകയാണെങ്കിൽ എനിക്കൊരു പൂവ് വേണം. ആ പൂവിന്റെ സ്മെല്ല് ഭയങ്കര നല്ല മണമല്ലോ, എന്താണ് അർജുനേട്ടാ ഭീമേട്ടാ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഭീമസേനാണെങ്കിൽ കുറച്ചാകും പാവട്ടെ, കയ്യിലൊരു ഗത അല്ലെ, ഒരു വടിയിൽ ഞാൻ തല്ലാന്നുള്ള ഒരു ഗമ. ഇതൊക്കെ ഭീമസേന, ദ്രൗപദി ഞാൻ കൊണ്ടുവരാം, നിനക്ക് പൂവ് ഞാൻ കൊണ്ടുവരാം, എപ്പോഴത്തെയാണെങ്കിലും ഞാൻ കൊണ്ടുവരാം. ഭീമസേന അങ്ങനെ കാട്ടിലൂടെ അങ്ങനെ തന്റെ സഹധർമ്മിണിക്ക് വേണ്ടി സൗഗന്ധിക പുഷ്പം തേടി അങ്ങനെ പോകാണ്. അത് ഈ ക്യാമറമാൻ ഒരു തടസ്സമായതുകൊണ്ട് ഭീമൻ കണ്ട് കിടക്കാൻ പറ്റുന്നില്ല. ഈ ട്രിപ്പോളൊക്കെ വെച്ച ഭീമസേന അന്ന് അവിടെ അതൊന്നും ഇല്ല. വടി മുമ്പ് കല്ലും മരങ്ങളും തല്ലി തകർത്തുകൊണ്ടില്ല, രാസമോടങ്ങ് സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു വൃദ്ധവാരന് കിടന്നുറങ്ങുന്നത്. ഇപ്പൊ തന്നെ ഉറങ്ങി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഉണ്ടോ? ഉണ്ട്. രാവിലെ കഴിച്ചാൽ വെറുതെ അവിടെ കിടന്ന് ഉറങ്ങിയത്. ആ കിടന്ന് ഉറങ്ങാണ്. ഭീമസേനൻ ആ വഴി മധ്യം ഉറങ്ങി കിടക്കുന്ന വൃദ്ധവാരനോട് ചോദിക്കല്ലേ, വൃദ്ധവാനര മാറിക്കിടക്കടാ, അല്ല വൃദ്ധവാനര എന്ന് പറഞ്ഞു. അവിടെ കിടന്ന് ഉറങ്ങുന്ന ആ വാനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതല്ല എന്നെ കൊണ്ട് പറ്റില്ല. ശക്തനായ ഒരു കരുത്തനായൊരു ഭീമസേന കരുത്തനും ഗതം പിടിച്ചു നിൽക്കുന്ന ആ ഒരു ഭീമാകാരത്തെ കണ്ടിട്ട് ഒരു സംശയമില്ലാതെ പറയണേ സാധ്യത. വളരെ സിമ്പിളായിട്ട് പറയണം. ദേഷ്യം പിടിച്ചു ഭീമസേന, വീണ്ടും ദേഷ്യം പിടിച്ചു. കവളൊക്കെ കളി രൗദ്രഭാവത്തിന് കവളറങ്ങും. മാറിക്കിടക്കാനുള്ള പറഞ്ഞു കിട്ടില്ല. ഉടനെ തന്നെ കണ്ണ് തുറന്നു അതൊക്കെ പറഞ്ഞു, കാര്യം ചെയ്തോളൂ. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ വാലിറങ്ങിവിടെ വാലെടുത്ത് മാറ്റി വെച്ച് പോയിക്കൊള്ളാം. കോംപ്രമൈസ് അല്ലെ, ഒരു മധ്യസ്ഥ വായന അല്ലെങ്കിൽ. അപ്പൊ ഭീമനോട് ഹനുമാനോട് ശ്രമിക്കും. ആ വൃദ്ധവാനൻ അവിടെ ഉറങ്ങിക്കോട്ടെ, വാലെടുത്ത് മാറ്റി വയ്ക്കാൻ ഭീമൻ ശ്രമിച്ചു. വളരെ സിമ്പിൾ. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുള്ള പറയൂ, ഗതിയില്ലേ? വീണ്ടും ഒന്നില്ല. അവർ വീണ്ടും 2 കരങ്ങളെ കൊണ്ട് പിടിച്ചുടൻ 2 കൈ കൊണ്ട് പിടിച്ചു. ഒരുപാട് ഇഷ്ടപ്പെട്ടത് നടക്കുന്നില്ല. അപ്പൊ ഇത്രയും വയസ്സായ ഒരു വാനന്റെ വാലെടുത്ത് നോക്കി എനിക്ക് പറ്റില്ല. ഇത്ര വലിയ കഥ കൊണ്ട് സംശയമായി. വീണ്ടും പ്രയത്നങ്ങളെല്ലാം പ്രയോഗിച്ചു, ഒരു രക്ഷയില്ല. മാത്രല്ല വാലിന്റെ തുമ്പത്തൊരു രോമം പോലെ ഇളകിയില്ലെന്ന് പറഞ്ഞു. കണ്ട, അപ്പൊ സംശയം തോന്നി, പോക്കാൻ പറ്റുന്നില്ല. കരുത്തിന് ഭീമസേനോട് നാണം കെട്ട് മാറി നിന്നു. ഉടനെ തന്നെ നമ്മുടെ സഷാ വൃദ്ധവാലൻ ഒന്ന് ഉണർന്നു. അദ്ദേഹത്തിന്റെ വിശ്വരൂപം എണീക്കണം. അപ്പോ അവൻ മനസ്സിലാവുന്നത് ഹനുമാൻ സ്വാമി ആയിരുന്നു. പിന്നീട് അവര് സഹോദരന്മാരായി പോയി സൗഗന്ധിക പുഷ്പം പൊട്ടിച്ച് ദ്രൗപദി അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ഇത് കഥാഭാഗം. ഇതില് പ്രധാന ഒരു എന്താ പറയാ, ഏറ്റവും നല്ല ഹൈലൈറ്റ് ഭാഗമാണ് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചത് പോലെ. അപ്പൊ ഞാൻ ഒരു വരി പാടാൻ പോകണം. അപ്പൊ നിങ്ങൾ അതെല്ലാവരും എന്റെ കൈയിന്റെ അക്ഷരം പോലെ നിങ്ങൾ കാണിച്ചോളൂ, ധൈര്യം കാണിച്ചോളൂ കേട്ടോ. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, നിങ്ങൾ വലത് കൈ പൊക്കിയിട്ട് വലത് ഭാഗത്തുള്ള ആളെ നോക്കി പറയൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഗോഷ്ഠി വേണമെങ്കിലും കാണിക്കാറോ. വലത് ഭാഗത്തുള്ള ആളെ നോക്കിയോ? ഒരു നോക്കണില്ലല്ലോ. വലത് കൈ പൊക്കോ, എല്ലാവർക്കും ആവാട്ടോ. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, അറിയോ? ഇനി ഭാവം കൂടി പറഞ്ഞത്, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന. ഇനി ഈ കൈ മാറ്റി കുറച്ചുകൂടി ദേഷ്യപ്പെടും, വേറെ ചോദിക്കും.
മക്കളാ നീ മാറിക്കിടാസടാ പറയോ സാറിന്റെ സാറിന് വേണമെങ്കിൽ അങ്ങനാക്കാം കേട്ടാ. മക്കളാ നീ മാറിക്കിടാസടാ പറയോ. നിങ്ങളുടെ എതിർഭാഗത്തുള്ള മോഹൻ മാറ്റി കിട്ടുന്നവർ പറയണം മക്കളാ നീ മാറിക്കിടാസടാ. അടുത്ത വരി ദുർഘട സ്ഥാനത്ത് വന്നു ശയിപ്പാൻ. അപ്പൊ നിങ്ങൾ രണ്ട് കൈ വിടും നമസ്കരിച്ച് പിടിച്ചോ. എന്നിട്ട് നിങ്ങൾ വലത് കവളിന്റെ അവിടെ ഉറങ്ങിയോ. എന്നിട്ട് അവിടെ നിന്ന് പറയും ദുർഘട സ്ഥാനത്ത് വന്നു ശയിപ്പാൻ. സഹിക്കുക എന്ന് വെച്ചാൽ ഉറങ്ങുക എന്ന് അർത്ഥം കേട്ടോ. ദുർഘട സ്ഥാനത്ത് വന്നു ശയിപ്പാൻ. വിട്ടില്ല. വീണ്ടും നിനക്കെടാ തോന്നുക എന്തടാ സംഗതി. നിനക്കെടാ തോന്നുക എന്തടാ സംഗതി. ഇനി നിങ്ങള് വേദിയിലേക്ക് നോക്കാം. ഇവിടെ ഈ ചേട്ടന്മാരൊക്കെ ഉണ്ട കയ്യെ കെട്ടിട്ടില്ലേ. നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത പറയൂ അരിമൊക്കെ പിടിക്കൂ. നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത. വീണ്ടും വലതുവാതിരി കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരഞ്ഞിവൻ. കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരഞ്ഞിവൻ. ഇനി വലതുഭാഗത്തുള്ള തലയിൽ കഴിച്ചു. വലതുഭാഗത്തുള്ള തലയിൽ കഴിച്ചു. അത് കഴിച്ചാ വെച്ചില്ലേ. പതുക്കെ നിന്ന് കുലുക്കിയിട്ട് പറയാൻ ഒട്ടും വകതിരവില്ലാത്തവല്ലാത്ത. ഒട്ടും വകതിരവില്ലാത്തവല്ലാത്ത. ഒരു വരികളിൽ ഈ കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ. ഈ കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ. ലാസ്റ്റ് വരിക ഈ കൂട്ടത്തിൽ വന്നു പിറന്നു വളർ. ചാട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ നിന്റെ. ചാട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ നിന്റെ. നീ രണ്ട് കൈ കെട്ടിയ കൈ ഇങ്ങനെ ചാട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ. നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്തതെന്താ. നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്തതെന്താ. പെട്ടെന്ന് എഴുന്നേറ്റ് പോകായില്ല ആപത്ത്. പെട്ടിയിടുമെന്നു ധരിക്ക നീ വാനര. ആപത്ത് പെട്ടിയിടുമെന്നു ധരിക്ക നീ വാനര. ഓട്ടംതുള്ളി പഠിച്ചില്ലേ. ഭാവം പഠിച്ചു. മുദ്ര പഠിച്ചു അല്ലേ. രണ്ട് മുദ്ര ചെറിയ കുത്ത് വാങ്ങാൻ പോയി. അങ്ങനെ രണ്ട് മുദ്ര പഠിച്ചില്ലേ. ഭാവം പഠിച്ചു. നവരസം പഠിച്ചു. ഓട്ടംതുള്ളി പഠിച്ചു. അതിനെ പറ്റുള്ളൂ. 500 പേർക്ക് 10 മിനിറ്റ് കൊണ്ട് ഓട്ടംതുള്ളി പഠിച്ചു. ഓക്കെ അല്ലേ. ഇനി അപ്പൊ ഓട്ടംതുള്ളിയുടെ ഉത്ഭവം പഠിച്ചോ. മനസ്സിലായോ. മനസ്സിലായി വിചാരിക്കുന്നു. ഞങ്ങളിത് കയറി വരുമ്പോ മുതലേ ഇങ്ങനെ ഓരോ തൂണുകളും നോക്കുകയാണ്. കുഞ്ചനൊക്കെ കാണാനില്ല. നഷ്ടമായി പോയി. എന്താണോ എന്ന് പറയുമ്പോഴേക്കും ഒരു സാറ് വന്ന് പറഞ്ഞോ നമ്പ്യാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ കുഞ്ചനമ്പ്യാർ ചിത്രമൊക്കെ നോക്കൂട്ടോ. കുഞ്ചനമ്പ്യാര് നമ്മൾ വിചാരിച്ച ഒരു ലളിതമായ ഭാഷയിൽ മലയാളം വരികൾ എഴുതി സമ്മാനിച്ചില്ല. അദ്ദേഹം നല്ല സംസ്കൃത പണ്ഡിതനായിരുന്നു. ഞാനൊരു പരിപാടി മനസ്സിലായി. പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഈ സംസ്കൃത പുസ്തകങ്ങളൊക്കെ എഴുതി അളമാരി വെക്കാനല്ലാതെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ഞാൻ എന്ത് ചെയ്യുന്നു. അങ്ങനെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ യാത്രയ്ക്ക് അവസാനിപ്പിച്ച് വീണ്ടും അമ്പലപ്പുഴ വന്നത്. കേൾക്കുന്നുണ്ടോ. അമ്പലപ്പുഴ ആദ്യം കോട്ടയം അവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഇവിടെ നെടുമുടി എന്ന സ്ഥലമുണ്ട്. അവിടെ പോകുമ്പോൾ അടുത്തൊന്ന് പോകണം. അവിടെ കുഞ്ചനമ്പ്യാർ ഒരു കളരി ഉണ്ടായിരുന്നു. മാത്തൂർ പണിക്കർ എന്ന് പറയുന്ന ഒരു സൈന്യാധിപനുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ മാത്തൂർ ഭഗവതി ക്ഷേത്രത്തില് ഒരു വലിയ കൂത്തമല ഇപ്പോഴും കാണാം. അവിടെ ഇരുന്നിട്ടാണ് പിന്നെ നമ്പ്യാർ കുറെ വരികൾ എഴുതി തുടങ്ങി. തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിന് എഴുത്ത് ഇങ്ങനെ അഭംഗുരം തുടരുകയായിരുന്നു. പക്ഷെ ഇതാർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് എത്രയോ മഹാകവികൾ എത്രയോ വരികൾ എഴുതി, എത്രയോ കഥകൾ എഴുതിയില്ലേ, ലേഖനങ്ങൾ ഒരുപാട് എഴുതി, മഹാഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, കാവ്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അവർ അളമാരിക്കുള്ളിൽ ഇരിക്കുക. ഈ തലമുറ അതൊന്നും കാണും. പക്ഷെ നമ്പ്യാർ എന്ത് ചെയ്തു? അന്നത്തെ തുള്ളന്റെ കോരികളായിരുന്നു. അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തി തുള്ളൽ രൂപത്തിൽ അവതരണം കൂടി തയ്യാറായി കൊണ്ടുവന്നതുകൊണ്ടാണ് ഇന്നിങ്ങനെ എന്നെ പോലുള്ള കലാകാരന്മാർക്ക് രംഗത്ത് അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. വയലാറിന്റെ ഒരു കവിത തുള്ളാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 2 മൂഴം എടുത്തിട്ട് ചെയ്യാൻ രണ്ടാം മൂഴം എടുത്തിട്ട് തുള്ളാൻ പറ്റും? ഇല്ല.
FT അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം സിനിമകളൊക്കെ ആനുകാലിക പ്രസക്തിയോടുകൂടി സിനിമ ചെയ്യാൻ കഥ ഇപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇരിക്കുകയാണ്. നമ്പ്യാർ അങ്ങനെയാണ്. ഈ കഥകളൊന്നും എവിടെയും കാണില്ല. അദ്ദേഹം മഹാഭാരത കഥയിലെ കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ട് ആനുകാലിക പ്രസക്തിയുള്ള കഥകൾ എഴുതാണ് ചെയ്തത്. ഇന്നും ആനുകാലിക പ്രസക്തി നമ്മളുടെ 320 വർഷം പഴക്കമുള്ള നമ്പ്യാരുടെ വരികളിൽ കിരാതൻ കഥയിൽ നോക്കാം. ജ്യേഷ്ഠൻ അനുജനെ വെട്ടി വധം മുമ്പോട്ടും അനുജൻ ജ്യേഷ്ഠനെ വെട്ടിക്കൊല്ലും കനകം മൂലം കാമിനി മൂലം. അല്ലേ? ഇവരിങ്ങനെ നല്ല വസ്ത്രം എടുത്തു വന്ന എന്താ പ്രശ്നം? കനകം മൂലം കാമിനി മൂലം. പിന്നെന്താ? കലകം പലവിധ ഉലകിൽ സുലഭം. അതുകൊണ്ട് നമ്പ്യാർ വരികൾക്ക് അന്ന് പ്രസക്തി ഉണ്ടെങ്കിൽ ഇന്നിപ്പോ ആ വരികളിൽ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവന്നത്. എന്താ നിയമം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കുട്ടികളെ അറിഞ്ഞിരിക്കുന്ന ഒരു നിയമമുണ്ട്. എന്താണ്? പോസ്കോ കേട്ടോ? ബാലപീഡനം. അതിന് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ആൺകുട്ടികളെ പീഡിപ്പിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സർക്കാർ ജയിലിയുടെ ചുരുങ്ങിയ വർഷം 100 കൊല്ലം 80 കൊല്ലം 75 കൊല്ലം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരാതി കൊടുക്കരുത്. ടീച്ചർമാർക്ക് അടിക്കുമ്പോൾ നിങ്ങൾ പരാതി ടീച്ചർമാരെ അടി കിട്ടണം. അടി നിന്നത് കൊണ്ടാണ് മോശമായി. കോട്ടെ, ഞാൻ ഒരിക്കലും പോണില്ല. കേരളപ്പെടുകയാണ് നമ്പ്യാരിലേക്ക് വരട്ടെ. അപ്പൊ നമ്പ്യാർ ഞാൻ പറയാൻ കാരണം ആനുകാലിക പ്രസക്തിയുള്ള വരികളാണ്. 320 വർഷം ഏകദേശ നമ്പ്യാർ വരികളാണ്. എന്നും നമുക്ക് പ്രായവരി കൊണ്ടുവരുന്നത് ലഹരി വിരുദ്ധ തൊഴിലുമായി ഞാൻ നിരവധി സ്ഥലങ്ങൾ ചെയ്യാണ്. അപ്പൊ നമ്പ്യാരുടെ തൊഴിലക്കാരെ വേണ്ടി വന്നു നല്ലൊരു ജനതയെ വാർത്തെടുത്തിടുവാൻ. അല്ലേ? അപ്പൊ ആലോചിച്ചു. അപ്പൊ അതിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നത് ശരിയാണോ? അപ്പൊ ശ്രീസാറ് ആ കലയെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സാറ് പരമാവധി ഉപയോഗപ്പെടുത്തണം. അദ്ദേഹം പല കാര്യങ്ങളും ചെയ്ത് നല്ലൊരു കവിയാണ്, എഴുത്തുകാരനാണൊക്കെ അറിയോ? സാറ് വന്നിട്ട് 1 വർഷമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ടോ വേറൊന്നല്ല. അത് പരമാവധി നിങ്ങള് ഉപയോഗപ്പെടുത്തണം. ഇതുപോലുള്ള കവികളെ വല്ല പുരാതന കൂടിയാട്ടം കൂത്ത് കൊണ്ടുവന്ന് ഇവിടെ സാറ് കൊണ്ടുവരും. അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു വിഷയം കൂടിയാണ്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് വിശ്വസിച്ച് മാത്രം കൊണ്ട് ഇനി നമുക്ക് വലിയ അധികം പ്രസംഗം വേണ്ട. നമുക്ക് കല്യാണ സൗകര്യ കഥയിലേക്ക് പോകാം. കഥ വളരെ രസകരമാണ്, ഹാസ്യാത്മകമാണ്. കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പൊ ഞാനത് ഇന്ററാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അർത്ഥത്തിൽ തടസ്സമാവുന്നുണ്ടെങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കാം. കുഴപ്പമില്ല കേട്ടോ. കാരണം ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ ആഗ്രഹത്തിൽ കാണുകയില്ല. അങ്ങനെ പ്രശ്നമില്ല. ശരി, നോക്കാം. നമ്മൾ ഞങ്ങള് കല്യാണ സൗകര്യം കഥാസാരത്തിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? അതുകൊണ്ട് കഥാസാരം പറയേണ്ട കാര്യമില്ല. നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ കഥയാണ് കല്യാണ സൗകര്യം. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഈ മിഴാവ് വാതകനായിരുന്നു കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. മിഴാവ് എന്ന് പറഞ്ഞറിയോ നിങ്ങൾക്ക്? തൃശ്ശൂർക്കാരനാണ്, കുറച്ച് സ്പീഡ് കൂടിട്ടോ. സാറില്ല, കോഴിക്കോട് കഥ അറിയില്ല. കോഴിക്കോട് ഭാഷ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ 10 വർഷം കോഴിക്കോട് കോഴിക്കോട് കോമഡി ലാംഗ്വേജ് മാറിയിരിക്കാൻ. തൃശ്ശൂർക്കാരും കോമഡി ആയിട്ട് കയറി വരുന്നത് കോഴിക്കോട് ഭാഷയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തിരി സ്പീഡ് ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാര് മിഴാവ് വാതകനായിരുന്നു. ഇപ്പൊ ഞാനിങ്ങനെ തുള്ളുമ്പോ ഇത് കലാമണ്ഡലം കൃഷ്ണപ്രസാദാണ്. അദ്ദേഹം ഇരുന്ന് എനിക്ക് കൊട്ടാതെ ഉറങ്ങിപ്പോയ എന്താവും സ്ഥിതി അല്ലെ? ഞാൻ പിഞ്ചി പിടിച്ച് പുറത്ത് കിട്ടും അല്ലെ? അതുപോലെ ചാക്യാർ കൂത്ത് എന്ന കലാരൂപം കണ്ടിട്ടുണ്ടോ? അടുത്ത നമുക്ക് കൊണ്ടുവരാം. ചാക്യാർ കൂത്ത് പറയുമ്പോ അതിനോട് ഉള്ള ഒരു ഉപകരണമാണ് മിഴാവ്. മിഴാവ് വായിക്കുന്ന ഒരു വാതകനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. അങ്ങനെ പറയുന്ന കഥയാണ്. എവിടെയും ചരിത്രം മാത്രമേ ഉള്ളൂ. എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. അത്ഭുതമാണ്. അങ്ങനെ ചാക്യാർ കൂത്ത് പറഞ്ഞു കഴിഞ്ഞ് മിഴാവ് വായിക്കുന്ന സമയത്ത് മിഴാവ് വാതകൻ അവിടെ നിന്ന് ഉറങ്ങി മൊബൈല് നോക്കി എന്തൊക്കെയായിരുന്നു. ഈ സമയത്താണ് ചാക്യാർ പിടിച്ചിട്ട് കുഞ്ചൻ നമ്പ്യാർ പുറത്താക്കുന്നത്. ആ ഒരു മാനസിക വിഷമം കൊണ്ട് അന്ന് രാത്രി സന്ധ്യ നേരത്താണ് കൂത്തൊക്കെ നടന്നത്. രാത്രിക്ക് ഒരു കഥ എഴുതുകയാണ്. അതിന്റെ പേരാണ് കല്യാണ സൗകര്യം. മനസ്സിലായി? പിറ്റേ ദിവസം അതേ സമയത്ത് സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിന് മതിലിന് പുറത്ത് ഇതുപോലെ പച്ചയൊക്കെ എവിടെ നിന്നൊക്കെയോ ഇലകളൊക്കെ അരച്ച് തേച്ച് ഇതുപോലെയുള്ള കുറെ പട്ടുകോണങ്ങളൊക്കെ കൊടുത്തു. അമ്പൂരാക്കന്മാരെ അന്നൊന്നും ഷെഡിക്കണം പട്ടുകോണങ്ങളാണ്. അപ്പൊ ആ പട്ടുകോണമൊക്കെ അരയിച്ച് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി കൊടുത്തു. അതുകൊണ്ടാണ് ഇതൊക്കെ കനം കുറേ രീതി. ആ സങ്കല്പം എന്ന് പറയണേ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകൾ വേണം. അപ്പൊ ആ ഒരു സങ്കല്പം ഉണ്ടെന്ന് പറയുന്നില്ലേ നേരെ അവിടെ. അങ്ങനെ ഈ ഒട്ടം തുള്ളൽ എന്ന കലാരൂപം ആദ്യമായി കുഞ്ചൻ നമ്പ്യാർ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഈ സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാ പ്രേക്ഷകരും സദസ്സും മുഴുവൻ ആ ഒത്തു കാണാതെ തുള്ളൽ കാണാൻ പോയി എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു രാത്രി കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു കഥയായി കല്യാണ സൗകര്യത്തെ കാണാൻ പറ്റില്ല. 2.5 മണിക്കൂർ ചൊല്ലിയാവണം. ഏകദേശം 1500 വരികളുണ്ട് കല്യാണ സൗകര്യം കഥ. ഇതെങ്ങനെ എഴുതാൻ പറ്റും? രാത്രി സാധ്യമല്ല. അതുകൊണ്ട് അതെന്തോ അദ്ദേഹം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. ഒരു ദിവസം ഒരു പണി തരാം
എന്ന് വിചാരിച്ച് ഇരുന്ന് കാണും എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മേൽ ഒരുപാട് കഥകൾ 64 കഥകൾ എഴുതിയിട്ടുണ്ട്. ഓട്ടംതുള്ളൽ, പറയത്തുള്ളൽ, ശീതങ്കത്തുള്ളൽ എന്ന് പറയുന്ന 3 തരത്തിലുള്ള കഥാരൂപങ്ങളും അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തി മലയാളിക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഓട്ടംതുള്ളൽ ഉത്ഭവം നമുക്കൊന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ കല്യാണ സൗകര്യ കഥയിലേക്ക് പോകാം. ഇന്നിവിടെ കൂടെ പാടുന്നത് ശ്രീ കലാമണ്ഡലം നന്ദകുമാറാണ്. അദ്ദേഹം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തുള്ളൽ കലാകാരനാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തുകൊണ്ട് അദ്ദേഹം നിരവധി ക്ഷേത്രങ്ങളിൽ ഇതുപോലെ കലോത്സവ വേദികളിലൊക്കെ ഇവരുടെ സാന്നിധ്യമാണ് ശ്രീ കലാമണ്ഡലം നന്ദകുമാർ. അതുപോലെ തന്നെ ശ്രീ കലാമണ്ഡലം കൃഷ്ണപ്രസാദ് കേരള കലാമണ്ഡലത്തില് മൃദംഗം അവസാന വർഷം ആണ്. അതുപോലെ നല്ല രീതിയിൽ വായിക്കുന്ന നമുക്ക് വിശ്വസിക്കാം. ഞങ്ങളെ നല്ല താമസം ഭക്ഷണമൊക്കെ ആയിരുന്നു സാർ. അതിനൊരു നന്ദി കൂടി ഇപ്പൊ പറയാനെങ്കിൽ നേരെ കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കണം. സാറ് വളരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. അതുകൂടി ഒരു കലാകാരനുകളുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഈ കലയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ലഭിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇനി കല്യാണ സൗകര്യം പുഷ്പം പൊട്ടിക്കാൻ നമുക്ക് എല്ലാവർക്കും പോവാം. ഇവിടെ പാഞ്ചാലിമാരിക്കുന്നുണ്ട്, ഭീമന്മാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാനരന്മാരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സൗകര്യം പോവാം. ശ്രീ പാർവതിക്കും ശിവനുമിക പിറന്നോരോ ഓമലുണ്ണി ഗണേശ വന്ദേറും തമ്പുരാനി തവപദകമലം സന്തതം കൈതൊഴുന്നേ തമ്പുരാനി തവപദകമലം സന്തതം ദേവി വിളങ്ങണം വീണാപാണിയിലാക്കി നാദമൃതം കണേ ചൊരിഞ്ഞിടുവാലോചനെ മനതലിയുള്ളൊരു ുടൻ മഹേശ്വരി സദാ വിളങ്ങിടമേ മഹേശ്വരി സദാ ശരണാംബുജ യുഗളമുഖ
മതിമോൻ മാരുതി തന്റെ മതിമാൻ മാരുതി തന്റെ മതിമൂകി മണിതന്റെ മതിമൂകി മണിതന്റെ മതിമൂകി മണിതന്റെ മതിമൂകി മതിമൂകി മണിതന്റെ മതിമൂകി മണിതന്റെ മതിമൂകി മണിതന്റെ മാർഗവും പിന്നെ ഇവന് കൊടുക്കാം മാർഗവും പിന്നെ
മൂത്ത കൊരങ്ങിന്റെ വടിവായി മൂത്ത കൊരങ്ങിന്റെ വടിവായി ചമഞ്ഞു കൈകളും കാലും കുഴഞ്ഞു 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 മേരിയും ചുക്കി ചുളിഞ്ഞു മേരിയും ചുക്കി ചുളിഞ്ഞു മേരിയും ചുക്കി ചുളിഞ്ഞു മേരിയും മേരിയും ചുക്കി ചുളിഞ്ഞു പന്നിന്നു കാഴ്ച കുറഞ്ഞു പന്നിന്നു കാഴ്ച കുറഞ്ഞു കണ്ണിന്നു വീരയും വന്നു വീരയും വന്നു Krishna
നമ്മുടെ മാകെ കിടക്കുന്ന മക്കളാ നീ മാറി കിടാതട ദുഃഖത്താനത്തു വന്നു സഹിപ്പാ നിനക്കെടാതോന്നുവാൻ എത്ര രാജങ്ങൾ ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങിവർ ഒട്ടും വകതിരില്ല ചാത്തത്തിൽ നിന്നും പിഴച്ചുപോയോ മരച്ചാത്തത്തിൽ നിന്നും പിഴച്ചുപോയോ നിന്റെ ഇവന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്തതെന്തോ പെട്ടിയിരുന്നു എന്ത് സാധ്യം തുടങ്ങും നിലമ്പോട് ആരുമീ വണ്ണം കരം പോവാറില്ലടോ രണ്ടു സുഖമാണോ ഈ നേർവഴി വിട്ടു രണ്ടു സുഖമാണോ നേർവഴി വിട്ടു രണ്ടു സുഖമാണോട്ട് വഴി വിട്ടു രണ്ടു സുഖമാണോട്ട് അങ്ങ് മാറിയാൽ
ഞാൻ ആരെന്നറിഞ്ഞു പറഞ്ഞു നീ വാനര ആരെന്നറിഞ്ഞു പറഞ്ഞു വാനര ആരെന്നറിഞ്ഞു ഞാൻ ആരെന്നറിഞ്ഞു പറഞ്ഞു നീ വാനര ആരെന്നറിഞ്ഞു ആരെന്നറിഞ്ഞു പറഞ്ഞു നീ വാനര ആരും മുഴക്കുന്നു ആരെന്നറിഞ്ഞു പറഞ്ഞു നീ കുടുംബത്തിൽ വിളഞ്ഞു പറയുന്ന ഈ മൂടന്റെ ആരുമില്ലെന്നു പറയുന്ന മൂടന്റെ ആരിപ്പതിച്ചു കർമ്മമുണ്ടാകുന്നു
ധർമ്മജന്മുണ്ടായ അഞ്ചാതെ വേളി ഒരു ചാഞ്ചല്യവും നാലഞ്ചു ഭർത്താവ് പൊളിച്ചിട്ടുള്ളത് Allah
കള്ളത്തരം ചൂടുകൊണ്ട് ദുര്യോധനൻ തള്ളിപ്പുറത്താക്കി നിങ്ങളെ ഭക്ഷണം കള്ളത്തരം ചൂടുകൊണ്ട് ദുര്യോധനൻ തള്ളിപ്പുറത്താക്കി നിങ്ങളെ ഉള്ളിൽ ഭയം തോന്നുക ഈ പഴുതുന്ന നിങ്ങളെ ഉള്ളിൽ ഭയം കൊണ്ടുകൊണ്ടുള്ള നിങ്ങളെ ഉള്ളിപ്പതിനൊരു ഉള്ളിപ്പതിനൊരു വെണ്ണം പുറപ്പെട്ടു ഉള്ളിപ്പതിനൊരു ഉള്ളിപ്പതിനൊരു വെണ്ണം പുറപ്പെട്ടു കാശയുണ്ടായവർ അന്തവർക്കും കഴിയുണ്ടായി കൊണ്ടുപോയി മകൾ നിൽക്കയോ നല്ല കൂടി നോക്കി ഭയപ്പെട്ടു അടങ്ങാതെ നിങ്ങളും ഈ മരജാടി കൂടെ പഞ്ചനം ചെയ്യുവാൻ മടിക്കുന്നു അഞ്ചനാപുത്രന്റെ ധാതി എന്നോർമ്മയാ തലമുടി മഹാജനം പോക്കിൽ കണ്ടു നിന്നിടുന്ന ഓർമ്മ തടിയല കാശിക്ക് പോയോ ആരക്കാശിന്റെ പോലും വിലപിടിക്കാൻ ജീവൻ ആരക്കാശിന്റെ പോലും വിലപിടിയാ ജീവൻ അവരിന് കാശിക്ക് പോയാലും കാശിക്ക് പോയാലും നമ്മുടെ മുന്നിൽ പുരുഷൻ നമ്മുടെ മുന്നിൽ പുരുഷൻ നമ്മുടെ പെണ്ണിന്റെ വസ്ത്രം തൊടുന്നേരം നമ്മുടെ പെണ്ണിന്റെ വസ്ത്രം തൊടുന്നേരം ഒന്നും അനങ്ങാതെ ഒന്നും അനങ്ങാതെ നിൽക്കയോ വേണ്ടത് ോ
പ്രയത്നം തുടങ്ങിയ രണ്ടുകരങ്ങളെ കൊണ്ടുപിടിച്ചുടൻ രണ്ടുകരങ്ങളെ കൊണ്ടുപിടിച്ചുടൻ നിന്റെ വിക്രമം ഇപ്പോൾ വലിക്കാനതെന്തോ ജയ 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 ജനക കുലാപരി പൂരമഹാപുരനാശി ജയ 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 ജാനകി മാനസ സരസിത ചിത്രമാകാമൻ ജയ 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 ജഗതി വന്ദോ ജയ ജയ ഹനുമാനവി കുടിയോടോ വീരവനന്തി പദാന്തേ ജയ ജയ ഹനുമാനവി കുടിയോടോ വീരവനന്തി പദാന്തേ കുലദീര മനമാനുരുക
കവീശ്വരൻ പാടിച്ചു വന്ദിച്ച് നമ്മളെല്ലാം നല്ല സ്വരൂപിച്ചു കവിതനെ വന്നിച്ചു ദ്രൗപദി ഒരു കലാരൂപം എന്നതിലേക്ക് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് അതിനകത്തൊരു വാക്കുണ്ട്. അത് അസ്ത്രമേൽക്കാത്തവരില്ല ഗുരുക്കളിൽ എന്നൊരു വാക്കുണ്ട്. കൗരവരുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അർജുനന്റെ അസ്ത്രമേൽക്കാത്ത ഒരാളും അവിടെ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് സത്യത്തിൽ അതല്ലേ അവസ്ഥ ഉണ്ടായത്? ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ ഒഴിവായി പോയിട്ടുണ്ടാ? ഇല്ല.
അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ ആദ്യം കളിയാക്കുമ്പോൾ നമുക്കൊരു ഫീൽ തോന്നിയിരുന്നില്ല, എന്താ കളിയാക്കുന്നത് എന്നുള്ളത് അല്ലേ? നമ്മളൊക്കെ ജീവിക്കുന്നത് വല്ലാത്തൊരു ഈഗോ വെച്ചിട്ടാണ്. ഈ ഈഗോന്റെ ഷെല്ല് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ഒരു സൈക്കോളജി കൂടി ഈ കലാരൂപത്തിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഏതായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആരെങ്കിലും ഒക്കെ കളിയാക്കി നമ്മൾ വല്ലാതെ ഫീൽ ആവും. ഒരു 2 പ്രാവശ്യം ഓട്ടത്തുള്ളിൽ കണ്ടാൽ ഈ ഫീലൊക്കെ മാറി അല്ലെ? ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഈ കലാരൂപം ഇത് കഴിഞ്ഞാണ്. ഇതിന് ശേഷം ഇതും പറഞ്ഞ് വേറെ ആളെ കളിയാക്കിയാൽ ഓട്ടത്തുള്ളിൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി പറയുകയും ചെയ്തെങ്കിലൊക്കെ ഞാൻ എന്റെ റൂം കൊണ്ടുപോയിട്ട് വിളിക്കുമ്പോൾ, അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നല്ലൊരു കൈയടിച്ചോട് നമസ്തേ. എന്താ പറയുന്നതെന്നുള്ളത് ആകെ എന്താ പറയാ, ഇതൊരു വല്ലാത്ത അവസ്ഥയിലാണ്. ചിരിച്ച് ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ച് ഇങ്ങനെ ഒരു കലാരൂപം നമ്മുടെ ഇടയിൽ നിലനിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ കലാരൂപത്തെ ഇവിടെ കയറ്റിക്കൊണ്ടുവന്നത്. ചിന്തിപ്പിക്കാനും ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കുറെ പ്രഷറുകൾ അങ്ങ് ഒഴിവായി പോകും. ഞാൻ ചിരിച്ച് പലപ്പോഴും ചിന്തിക്കുന്ന വാക്കുകൾ ഒരുപാടുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ചിരിക്കുക, വളരെ അനായാസമായി ചിരിച്ച് അത് ജീവിതത്തെ മുന്നോട്ട് വളരെ ആഹ്ലാദപ്രദമാക്കുക എന്നുള്ളതാണ് ഈ കലാരൂപത്തിന്റെ ലക്ഷ്യം. അപ്പം സാറിന്റെ ഭാവങ്ങൾ അതിതീവ്രമാണ്. അത് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനും അങ്ങേയറ്റത്തിരിക്കുന്ന ടീച്ചർമാർക്ക് വരെ ആസ്വദിക്കാൻ പറ്റിയ അതിതീവ്രമാണ്. ഓരോ ഭാവവും മനുഷ്യ മനസ്സിൽ കൊള്ളുന്നതല്ല. സ്ത്രീ ചലനമായാലും ഭീമന്റെയും ഹനുമാന്റെയും ഒക്കെ ഭാവങ്ങളായാലും അത് മനസ്സിൽ എപ്പോഴും തറച്ചു നിൽക്കുന്നുള്ള യാതൊരു സംശയമില്ല. ഈ കുട്ടികളുടെ മനസ്സിലൊക്കെ തന്നെ എത്ര കാലം കഴിഞ്ഞാലും അത് ഉണ്ടാവും. അത്ര മനോഹരമായിരുന്നു, പറയാൻ ബാക്കിയില്ല. കുട്ടികളുടെ കയ്യിൽ വീണ്ടും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിൽക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇതുവരെ കേൾക്കാത്തൊരു സന്ദേശം നിങ്ങൾക്ക് സാറ് തന്നിരിക്കുകയാണ്. ഈഗോ, ഒരു കുട്ടി എന്ന സ്വന്തം സഹോദരിയോ സഹോദരനോ പോലും വീട്ടിൽ ചീത്ത പറയുമ്പോൾ അവർ തമ്മിൽ അടികൂടുന്ന കാര്യം. എനിക്ക് 2 പേരക്കുട്ടികളാണ്. ഇതിന്റെ അവസ്ഥ ചെറിയൊരു കാര്യം തന്നെ ചേച്ചിക്ക് ദേഷ്യപ്പെടും, അതിനെനിക്ക് തന്നെ അടികൂടും ഇല്ലേ? അതൊരു പക്ഷേ ഈഗോ ഉണ്ടാവില്ല. എന്റെ അടുത്തും മറ്റൊരിടത്തൊന്നുമില്ല. സാറ് പറഞ്ഞ ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടാൽ നമ്മൾ ആര് കളിയാക്കിയാലും നവർ മൈൻഡാക്കി പോയാൽ ജീവിതം മുന്നോട്ട് പോകാൻ പോസിറ്റീവായി എടുക്കുക എന്നൊരു സന്ദേശം ഈ തുടരിലൂടെ കിട്ടും എന്നൊരു സത്യം പറഞ്ഞ സാറുടെ വാക്കുകളാണ്. അടച്ചിട്ട ഞാനും പലർക്കും ഇത് ഉപയോഗിക്കും. നല്ല സന്ദേശമാണ്. നമ്മുടെ കഴുത്തിന് എല്ല് തന്നിട്ടില്ലല്ലോ. അതെന്തിനാന്നറിയോ? അത് മക്കളും ദേശം നിങ്ങൾ ചെയ്യാനല്ല, ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ചെയ്യാനല്ല അല്ലേ? നമ്മൾ എളിമപ്പെടാനാണ്. നമ്മുടെ തല ശിരസ് കുമ്പിടാൻ വേണ്ടിയാണ്. എവിടെ എത്തിക്കഴിഞ്ഞാൽ ശിരസ് കുമ്പിടാൻ നമ്മൾ പഠിക്കരുത്. അതിനാണ് കഴുത്തിൽ എല്ല് തരാത്തതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോ ഇന്ന് സന്ദേശമാണ് എനിക്ക് വളരെ സന്തോഷമായത്. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. എന്റെ മാത്രം ഒരു കഴിവായി കണക്കാക്കാൻ പാടില്ല. എന്റെ പക്കമേള ഒരുക്കുന്ന കൃഷ്ണപ്രസാദ് മൃദംഗത്തിന്റെ ഓരോ ചലനങ്ങളും അത് മൃദംഗത്തിലൂടെ തരികയാണ്. അപ്പോഴാണ് അതിന് ശരിയായിട്ടുള്ള പൂർണ്ണതയിൽ എത്തുള്ളൂ. എനിക്ക് പറഞ്ഞിട്ടാണ് കല്യാണം പറയാതെ തന്നെ കല്യാണത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത് ഇവിടെ അനർത്ഥമായിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നന്ദകുമാരൻ ഞങ്ങളുടെ കോർഡിനേഷൻ ഞങ്ങൾക്ക് സമയബന്ധിതമായ പരിപാടിയായതുകൊണ്ട് ഒന്നും സൂപ്പർ ഫാസ്റ്റ് തോണ്ടി വന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ പൂ പൊട്ടിച്ച് പെട്ടെന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നു. സമയം 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാൻ പറഞ്ഞിട്ട് പറഞ്ഞിരുന്ന സാർ. അതുകൊണ്ട് ദ്രൗപദിക്ക് പൂ കൊടുക്കും വേണം. ഭീമനാണെങ്കിൽ യുദ്ധം കഴിഞ്ഞാൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എങ്കിലും പെട്ടെന്ന് പൂ പൊട്ടിച്ച് മടങ്ങിയില്ലേ? അതുകൊണ്ട് അങ്ങനെ സമയബന്ധിതമായി അതിന് ഷെഡ്യൂൾ ചെയ്യാൻ ആ കളിയുടെ ഇടയിൽ ഞങ്ങളൊന്ന് ശ്രമിച്ചു. അത് വിജയമായി. നന്ദുവിന് പ്രത്യേകം ഞാൻ എന്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ നന്ദുവിനൊരു കടപ്പാട് അറിയിക്കുകയാണ്. എല്ലാവരും ആശംസിച്ചുകൊണ്ട് മലയാളത്തിന്റെ എല്ലാ ഭാഷകളെയും പഠിച്ച് മക്കളെല്ലാവരും നിങ്ങൾ മീഡിയം ഇംഗ്ലീഷ് ആണെങ്കിൽ തന്നെയും മലയാള ഭാഷയെ
നിങ്ങൾ വിടില്ല, കൈവിടില്ല എന്നറിയാം. കാരണം നിങ്ങൾ മലയാള അധ്യാപകന്റെ വാക്കുകൾ ഞാനിവിടെ കേട്ടു. ആ അധ്യാപകന്റെ കീഴിൽ മലയാളം പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മലയാളിത്വം നഷ്ടപ്പെടില്ല, ഭാഷയെ നിങ്ങൾ മറക്കില്ല വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജനകീയ കവി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട് ഫസ്റ്റില് അല്ലേ? എന്താണ് ഇതിന്റെ അർത്ഥം മനസ്സിലായോ? ഒരു കല ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് അയാൾ ജനകീയ കവിയാകുന്നത്. മനസ്സിലായോ? നമ്മളിൽ എല്ലാവരും പല കലാകാരന്മാരുണ്ടാവും, പല കഴിവുകളുള്ള ആൾക്കാരുണ്ടാവും അല്ലെ? നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളത് ഉൾക്കൊള്ളുന്നത് ഒരു കലാകാരന്റെ കഴിവ് കൊണ്ടാണ്. അപ്പൊ തുള്ളൽ ഒരു ജനകീയ കലയായി മാറിയത്, കുഞ്ഞാനവ്യ ഒരു ജനകീയ കവിയായി മാറിയത് എങ്ങനെയെന്ന് പൂർണ്ണമായും നിങ്ങൾ ഉൾക്കൊള്ളു എന്നത് ഞങ്ങൾക്കും തികച്ചും ഒരു അഭിമാനകരമായ സംഭവമാണ്. അതിന് നിമിത്തമായ കോബി ആശാന് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നമസ്കാരം. അതേപോലെ അദ്ദേഹത്തിന്റെ പിന്തുണ ഏറ്റുകൊണ്ട് പക്കവിളക്കാർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.